നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ദേശീയ ഭൂപൈതൃക പ്രദേശമായ വർക്കല പാപനാശത്തെ കുന്നിടിച്ചത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിലക്ക് മറികടന്ന് 2014 ബീച്ചിന് സമീപം ബലിമണ്ഡപം നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ കുന്നിടിച്ചുള്ള നിർമ്മാണങ്ങൾ വൻ പാരിസ്ഥിതിക ആഘാതത്തിന് വഴി തെളിയിക്കുന്നുവെന്ന് GSI സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്കിടയാക്കിയത്. വർക്കല പാപനാശ ബീച്ചിനോട് ചേർന്ന് ബലിമണ്ഡപം നിർമ്മാണം തുടങ്ങുന്നത് 2014 ദേശീയ ഭൂപൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച വർക്കല കുന്നുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഗുരുതര പ്രത്യാഘാതത്തിന് ഇടയാക്കുമെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അന്ന് തന്നെ ദുരന്ത നിവാരണ വകുപ്പിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മണ്ണിന്റെ പ്രത്യേക ഘടന മൂലം മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്നും കെട്ടിടങ്ങൾ സുരക്ഷിതമാകില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. ബലിതർപ്പണത്തിന് എത്തുന്നവരുടെ സുരക്ഷ പ്രധാനമാണെന്നും ഇതിനായി അടിയന്തരമായി കുന്നുകൾക്കും ബലിമണ്ഡപത്തിനുമിടയിൽ സമാന്തരമായി ഇരുമ്പുവേലി സ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ അടുത്തുണ്ടായ കനത്ത മഴയിൽ കുന്നിടിഞ്ഞ് മണ്ഡപത്തിലേക്ക് പതിക്കുകയായിരുന്നു. ദുരന്ത നിവാരണ സമിതിക്ക് കൈമാറിയ റിപ്പോർട്ട് താഴെ തട്ടിലേക്ക് അയച്ചു കൊടുക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. താങ്കൾക്ക് ഇത്തരമൊരു റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അറിവുമില്ലെന്ന് വർക്കല നഗരസഭ ചെയർമാൻ KM ലാജി പറഞ്ഞു. വിവാദങ്ങളെ തുടർന്ന് പാപനാശത്തെ കുന്നിടിക്കൽ നിർത്തിവച്ചിരിക്കുകയാണ്.